എല്ലാവർക്കും നമസ്കാരം. പുതിയ UDFൻ്റെ മന്ത്രിസഭ പോകുന്നുണ്ട്. എനിക്ക് പല കോളുകളും വരുന്നുണ്ട്. അതിൽ നിങ്ങളെ പുതിയ സർക്കാരാണ് വരുന്നത്. ജനങ്ങളുടെ വിഷയങ്ങളിൽ എനിക്ക് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ആരോഗ്യ സംവിധാന വിദ്യാഭ്യാസ രംഗം. അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പോയാലും മാത്രമേ ഇതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാണ്ടൊന്നും ഈ കുത്തകളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മാറ്റം ഉണ്ടാവില്ല. നമ്മുടെ അയ്യമ്പള്ളി ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ കുറേ സമരങ്ങളും നമ്മുടെ വിവരാവകാശ രേഖകളൊക്കെ എടുത്തിട്ട് പലരെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് സമരത്തിനോട് മുഖ്യമായിട്ട് വരുന്നത് അതിൻ്റെ കടന്നപ്പോൾ ജനങ്ങൾ പറയുന്നത് പലരും പറഞ്ഞു സഹിതം അത് ഭയങ്കര കുത്തകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പോലും ചിലപ്പോൾ പ്രശ്നങ്ങളാവും എന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ട് അങ്ങനെ ആ രീതിയിലുള്ള സംസാരമായിരുന്നു. അപ്പം ഞാനത് കുറേ നമ്മൾ സമരങ്ങൾ നടത്തി. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ ചോദിച്ചു ചോദ്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഒരാളിലല്ല നിങ്ങൾ ഈ പുതിയ ML വന്നിട്ടുണ്ട് 20 വർഷത്തിന് ശേഷം LDF 20 വർഷമായിട്ട് വൈപ്പിൽ ഭരിക്കുകയാണ്. 20 വർഷമായിട്ട് പുതിയ ML UDFൻ്റെ ML നല്ല ഭൂരിപക്ഷത്തിലായിരിക്കണം. ആ ML നമ്മളുടെ ടോണിച്ചമ്മനാണ്. പക്ഷേ അദ്ദേഹം ജനകീയ കാര്യങ്ങൾ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ചെയ്തില്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. എന്തെങ്കിലും നമ്മൾ കുറേ സമൂഹത്തിന് വേണ്ടി കുറേ പൈസ ഉണ്ടായി രാഷ്ട്രീയപരമായിട്ട് പൊതുപ്രവർത്തനം കുറേ പൈസ ഉണ്ടാക്കിയാണ് ജനങ്ങൾ പൊതുപ്രവർത്തകർ. പക്ഷേ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്തേണ്ടേ ജനങ്ങൾ സമൂഹത്തിന് വേണ്ടി? പിന്നെ ഇത് സംഭവിച്ചിട്ട് ഒരു കാര്യമില്ല സംഭവിച്ചത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി വ്യക്തി അദ്ദേഹം മരിച്ചപ്പോൾ കണ്ടോ എത്ര പേരാണ് അദ്ദേഹം. അതുപോലെ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി അതിൻ്റെ പറയാൻ വേണ്ടി വെക്കാൻ എൻ്റെ അയ്യമ്പള്ളി ഹോസ്പിറ്റലിൽ 2 കോടി രൂപ 2 കോടി രൂപയുടെ ഫണ്ടാണ് അദ്ദേഹം അവിടെ അയ്യമ്പള്ളി ഹോസ്പിറ്റലിൽ പണിതുണ്ട് കിടത്തി ചികിത്സിക്കാനുള്ളത് 10 വർഷം മുമ്പ്. മനസ്സിലായോ? ആ ഫണ്ട് വന്നിട്ട് ആ പണിത് അതിൻ്റെ AC മറ്റുള്ള ഉപകരണങ്ങളെല്ലാം മേടിച്ചു. പക്ഷേ കിടത്തി ചികിത്സ മാത്രമില്ല. അവർ തസ്തിക വെട്ടിക്കുറച്ചു. ഈ കഴിഞ്ഞ LDF സർക്കാർ ചെയ്തെന്ന് ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ചെറിയ ഹോസ്പിറ്റലുകൾ നിർത്തലാക്കി പറഞ്ഞാൽ OP മാത്രമാക്കി. അതുകൊണ്ട് എന്ത് സംഭവിക്കും? പ്രൈവറ്റ് മാഫിയ തളച്ചു വളരണം. ആ പ്രൈവറ്റ് ഈ ഹോസ്പിറ്റലിലുള്ള ഈ ലോഡുകൾ ജനറൽ ഹോസ്പിറ്റലിൽ ചെല്ലും. ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് കോട്ടയം മെഡിക്കൽ ചെല്ലും. അത്ര ചികിത്സിക്കാനുള്ള സമയമില്ല. അത്രയും ലോഡാണ് ചെല്ലണത്. നേരെ ചുരുങ്ങിയത് 20 ബെഡെങ്കിലും ഇവിടെ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. 2 നിലയായിട്ട് ബിൽഡിങ്ങാണ്. ആ സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സംഭവിക്കും? ഇവിടെ ചികിത്സിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ആരോഗ്യ സംവിധാനം മറ്റുള്ളതിൽ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അവർ ലക്ഷങ്ങൾ കോടിക്കണക്കിന് രൂപ വെച്ചിട്ട് അവിടെ ഒരു സാമ്രാജ്യം പണിയാണ്. അറിയോ? തൊട്ടടുത്താണ്, ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ജനങ്ങളാണ്. അപ്പോൾ അതിന് ഭയങ്കര വിലങ്ങടികളുണ്ട് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ളത്. നല്ല ഫണ്ടുകൾ വിടുന്നുണ്ട് മെയിനായിട്ട്. അതൊക്കെ ആരെ കൊണ്ടുവന്നു? ഇതെല്ലാം ഇപ്പോൾ ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലാണത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടവരെന്ന് പറയുന്നത് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സമരമായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടറില്ല കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ചെന്നപ്പോൾ അവർ ഡോക്ടർ അവിടെ അപ്പം ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു. എന്തുകൊണ്ട് ഡോക്ടറില്ല? നിങ്ങൾ പകുതി സംവിധാനങ്ങളുണ്ട്. അപ്പം തന്നെ മുകളിലോട്ടൊക്കെ വിളി തുടങ്ങിയവർ. അപ്പോൾ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഡോക്ടർമാരായിരുന്നു. അപ്പോൾ അവിടെ വന്ന് പേഷ്യൻ്റ് വന്നിട്ട് ഡോക്ടറില്ലെന്ന് പറയുമ്പോൾ നിസ്സഹായമായിട്ട് പോകുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യരുതിരിക്കില്ല നിങ്ങൾ. എന്തുകൊണ്ട് ഇവിടെ ഡോക്ടറില്ല ചോദിക്കുന്നവരോട്? അതിൻ്റെ പകരം സംവിധാനം കൊണ്ട് നടത്തിയിരുന്നതാണ്. ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ മാറ്റുള്ളൂ. ഭരണകൂടത്തിൽ ഒരിക്കലും നമ്മൾക്ക് വേണ്ടി നിൽക്കില്ല. ഏത് ഭരണകൂടമായാലും അത്ര നല്ല ഭരണകൂടം മാത്രം നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടെന്നുള്ളത് നമ്മളെ പൈസ കൊടുത്ത് നമ്മളെ ഈ വേർപ്പിൻ്റെ പണിയെടുക്കുന്ന പൈസയുടെ GST ആയിട്ടും നല്ല ടാക്സി ആയിട്ട് പിരിച്ചെടുത്ത പൈസയാണ് ഈ ഭരണകൂടം തിന്നണത്. അപ്പോൾ ഭരണകൂടത്തിനാണ് ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങൾ MLA കാണുമ്പോൾ, മെമ്പറിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവിടെ മറ്റേ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണുമ്പോൾ, ബ്ലോക്ക് പ്രസിഡന്റിനെ കാണുമ്പോൾ എന്തുകൊണ്ട് അവിടെ ഹോസ്പിറ്റൽ പണിയുന്നില്ല? അവിടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇത് മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ടൊന്നും ഇത് മാറ്റം വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അയ്യമ്പള്ളി ഹോസ്പിറ്റലിൽ പുതിയ MLA പുതിയ ആരോഗ്യ സംവിധാനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് നിർത്തിക്കണം. അത് ഭരണകൂടങ്ങൾ രാഷ്ട്രീയ ബഡ്ജറ്റ് നോക്കാണ്ട് തന്നെ ശക്തമായി നമ്മൾ പോകണം. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രാദേശിക നമ്മുടെ വിഷയമാണ്. ഒരാൾ ഹോസ്പിറ്റലിൽ എത്ര ലക്ഷങ്ങൾ കൊടുക്കുന്ന രൂപ ഉണ്ടെങ്കിൽ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആണെങ്കിൽ അവർ ശവന്തിനികളാണെന്നുണ്ടെങ്കിൽ നമ്മളെ മാംസം വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് അവർ പോകണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് രീതിയിൽ സമ്പത്ത് കൊടുക്കണം. ഞാനൊക്കെ അനുഭവങ്ങളോട് പറയണത്. അപ്പോൾ ഈ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഏറ്റെടുത്താലും മാത്രമേ ഇതിനൊരു ചെറിയ പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ കുടുംബം വിറ്റും ചികിത്സിച്ചാലും മാറാത്ത സിറ്റുവേഷൻ. എന്താണ് രോഗം എന്ന് പറഞ്ഞ് തിരിച്ചറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ. അതുകൊണ്ട് ഈ ആരോഗ്യ സംവിധാനം പൂർണ്ണമായിട്ടും സർക്കാർ ഏറ്റെടുക്കണം. ചെറിയ ഈ ഹോസ്പിറ്റലുകൾ ഉയർത്തിക്കൊണ്ടുവന്ന് കിടത്തി ചികിത്സയ്ക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ആരോഗ്യ സമയം ജെറ്റ് വർക്ക് കൂട്ട് ശക്തമായിട്ട് പോയാലും മാത്രമേ ഇതിന് മാറ്റാൻ പറ്റുള്ളൂ. കുത്തക കമ്പനികൾ കേരളത്തിൽ വന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ മാംസം തിന്നാൻ വേണ്ടി നമ്മളെ വേർപ്പിൻ്റെയും ചോര കുടിക്കുന്ന ഒരു കുത്തക കമ്പനികൾ കേരളത്തിൽ വന്നിട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തം വന്നിട്ടിരിക്കുകയാണ്.
അവർ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ചോര കുടിക്കുക മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾക്ക് വേണ്ടി നല്ല ചെയ്യാമെന്നുള്ള ചിന്തിക്കണത് അല്ല. അതുകൊണ്ട് ആരോഗ്യ സംവിധാനം പൂർണ്ണമായിട്ട് സർക്കാർ ഇടണം, ശക്തമായിട്ട് അങ്ങനെ ഇതിൽ മാറ്റം വരൂ എന്നുകൂടി ഞാൻ പറയുകയാണ്. എല്ലാവർക്കും ജയ് ഹിന്ദ്.